നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഫ്രാൻസിസിൻ്റെ അടുത്താണ്. ഫ്രാൻസിസ് എന്ന് പറയുമ്പോൾ പ്രായം കൊണ്ട് സീനിയർ ആണെങ്കിലും നമ്മൾ എപ്പോഴും സുഹൃത്തുക്കളെ പോലെ സൗഹൃദം പങ്കിട്ട് കഴിയുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ കുടിലിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അദ്ദേഹത്തോട് ചില വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. അദ്ദേഹം നല്ലൊരു കർഷകനാണ്. ആ കാർഷിക വൃത്തിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനും നിങ്ങളോട് പറയാനും കാർഷിക വൃത്തിയെക്കുറിച്ച് നിങ്ങൾക്ക് അവരുടെ കൃഷി സ്ഥലം ഒന്ന് കാണിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത്. നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പേര് ഫ്രാൻസിസ്. എങ്ങനെയാണ് കൃഷി തുടങ്ങിയത്? ഞാൻ ചെറുപ്പകാലം തൊട്ടേ കൃഷി തന്നെ. അതുകൊണ്ട് ഇപ്പോഴും 70-79 വയസ്സായി, ഇപ്പോഴും കൃഷി തന്നെ. കൃഷി എത്രയേറെ ഇഷ്ടപ്പെടുന്നു അല്ലേ? ഭൂമി എവിടെയെങ്കിലും ഭൂമിയോ വീടൊക്കെ ഉണ്ടോ? വീടൊന്നുമില്ല. അപ്പൊ ഈ കുടിലിൽ തന്നെയാണ് താമസം അല്ലേ? ഇതിനോട് ചേർന്ന സ്ഥലങ്ങളിലൊക്കെ കൃഷി എത്രത്തോളം കൃഷിയുണ്ട്? പാട്ടം തന്നെ. ഒരേക്കറുണ്ട്. ഒരേക്കറുണ്ട്. പാട്ടമാണ് കൃഷി. പാട്ടത്തുകയൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള ബാക്കി കടങ്ങളൊക്കെ തീർക്കാൻ തികയോ? തികയില്ല. ആ, പിന്നെ മറ്റ് സഹായങ്ങളൊക്കെ എവിടെന്നെങ്കിലും ഒക്കെ സാമ്പത്തിക സഹായങ്ങളൊക്കെ കിട്ടാറുണ്ടോ? കിട്ടിയിട്ടുണ്ട്. എവിടെന്നെങ്കിലും സാമ്പത്തിക സഹായം കിട്ടിയിട്ടുണ്ടോ? ആ, പഞ്ചായത്തിൽ നിന്ന് കുറേശ്ശെ കിട്ടും. വല്ലപ്പോഴും കിട്ടും. സാമ്പത്തിക സഹായങ്ങളൊക്കെ കിട്ടാറുണ്ട്. പിന്നെ പഞ്ചായത്തിൽ നിന്ന് കിട്ടാറുണ്ടല്ലേ? അവാർഡ് കിട്ടിയിട്ടുണ്ടോ? അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഏത് അവാർഡാണ് കിട്ടിയത്? കർഷകനുള്ള? കർഷകർ. എവിടുന്ന്? പഞ്ചായത്തിൽ നിന്നോ? പഞ്ചായത്തിൽ നിന്നുള്ള അവാർഡ്. കൃഷി ഓഫീസ്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ. പിന്നെ ആരൊക്കെയാണ് കുടുംബത്തിൽ ഇപ്പൊ വീട്ടിൽ കൂടെയൊക്കെ ഉള്ളത്? ഞങ്ങൾ രണ്ടുപേരേ ഉള്ളു. ആരൊക്കെ? ഞാനും വീട്ടുകാരിയും. ബാക്കി എല്ലാരും അവരവരുടെ ജീവിതം. ഈ കാണുന്ന ഇതിന് പുറകിൽ കാണുന്ന സ്ഥലത്തല്ലേ കൃഷിയൊക്കെ ചെയ്യുന്നത്? പിന്നെ എത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇവിടെ 8 കൊല്ലം. 8 വർഷമായി. ഈ ഇതിൽ നിന്ന് വല്ല വരുമാനം കിട്ടുന്നുണ്ടോ? വരുമാനം 1000 രൂപയ്ക്ക് പണിതാ ഒരു 500 രൂപ കിട്ടും. 1000 രൂപയ്ക്ക് പണിതാ 500 രൂപ കിട്ടും. അപ്പോ അതുകൊണ്ട് ജീവിതം നിത്യേനയുള്ള ചെലവുകൾ നടക്കുമോ? നടക്കും. പിന്നെ തൊഴിലുറപ്പിനൊക്കെ പോകും. തൊഴിലുറപ്പിനും പോകും അല്ലേ? അതുകൊണ്ട് പോകും. ഒട്ടനവധി പേര് ഇതുപോലെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് കേട്ടാ സമൂഹത്തിൽ സാധാരണക്കാർ. അവർക്ക് പക്ഷെ സർക്കാരിൽ നിന്ന് മറ്റ് ആനുകൂല്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് തട്ടിമുട്ടി പോവാണ്. എന്തൊക്കെ കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത്? കൃഷി പടവലം, പാവല്, പയറ്, വാഴ എല്ലാം ചെയ്യും. ആണോ? പിന്നെ പന്നികളൊന്നും സമ്മതിക്കും. വന്യമൃഗശല്യം ഉണ്ടല്ലേ? ഓ, അങ്ങനെയുണ്ട്. വന്യമൃഗശല്യം ഒരു പ്രശ്നമാണ് അല്ലേ? അതിനെതിരെ പഞ്ചായത്തിൽ നിന്ന് ഇപ്പൊ പന്നിയെ പിടിക്കാനൊക്കെ ഉള്ള നിയമം ഉണ്ടല്ലോ. ഈ പഞ്ചായത്ത് ഇവിടെ ഒരുപാട് പന്നികളെ വെടിവെക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പുരയടുത്ത് ഇന്നലെയും വന്നു. അത് ഈ പറയും പോലെ കാട്ടിലെ പന്നികളല്ലേ, അത് ധാരാളമായിട്ട് ഇറങ്ങും. എല്ലാത്തിനെയും ഇപ്പൊ നമുക്ക് വെടിവെച്ച് ഇടാൻ പറ്റില്ലല്ലോ. നമ്മളെ കൃഷി സ്ഥലത്ത് അതിഗുരുതരമായ രീതിയിൽ ശല്യപ്പെടുത്താൻ വരുന്ന പന്നികളുണ്ടെങ്കിൽ അവയെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഗുരുതരം തന്നെയല്ല. നമ്മള് കിളച്ചിടും, നടും, പിറ്റേ ദിവസം അത് കിളച്ചിടും. ഇതൊക്കെയാണോ കൃഷി സ്ഥലങ്ങൾ? ഏതൊക്കെയാ കൃഷി സ്ഥലങ്ങൾ? ഇതൊക്കെ തന്നെ. പുറത്ത് പയറ് എല്ലാം ഉണ്ട്. ഇവിടെ എന്താ നട്ടിരിക്കുന്നത്? ഇവിടെ കത്തിരിക്ക, വഴുതനങ്ങ എല്ലാം ഉണ്ട്. കത്തിരിക്ക, വഴുതനങ്ങ ഉണ്ടല്ലേ? വെള്ളരി ഉണ്ട്. അങ്ങോട്ട് നിൽക്കാ നട്ടിരിക്കുന്നത്? അങ്ങോട്ട് പയർ. അങ്ങോട്ട് മുന്നോട്ട് പോകും. പിന്നെ സലാഡ് ഉണ്ട്. അല്ലേ? കാണെങ്കിൽ ഇതാ കിടക്കണേ കായകള്. പയറല്ലേ? പയർ കൃഷിയുണ്ട്. പിന്നെ പയർ കാണാൻ കഴിയുന്നുണ്ടോ? പയർ. പിന്നെ സലാഡ് ഇപ്പുറത്ത്. എവിടെ? ഇതൊക്കെ പയറാണ്. രാവിലെ പറിച്ചതാണ്. അതാണ് സലാഡ്. വെള്ളരിയോ?
ഏതാ സലാഡ് കാ കാണണോ? ഉം. കാ ഇതായിരിക്കണം. അദ്ദേഹത്തിന്റെ കൃഷി സ്ഥലത്തോട് ഒരു യാത്ര. അത് വഴുതന സലാഡ് സലാഡ് വെള്ളരിയാണോ? വെള്ളരി. കൊള്ളാലോ. ഇതാ കിടക്കുന്നു. സലാഡ് വെള്ളരിയാണ്. ഇത് പയറ്. വേറുണ്ടല്ലേ? ഇതാ കത്തരിക്ക. ഏതാ കത്തിരി? കത്തരിക്ക കാ കാണണം. ഉണ്ടോ? ഇതാണ്. കൊള്ളാം. ഇതാ കിടക്കുന്ന ചല്ലാട്. ഇത് പിടിക്കുകയാണെങ്കിൽ ഇതിനെ പിടിക്കും. പയർ. പയറല്ലേ? കൊള്ളാം. 50 രൂപയ്ക്ക് കിട്ടി. 50 രൂപയ്ക്ക് രാവിലെ സലാഡ് പറിച്ചല്ലേ? ഇത് ചീരയല്ലേ ഈ നിൽക്കുന്നേ? അത് ചീര. ചെറിയ ചെറിയ കൃഷിക്കാരാണ് കേട്ടോ. ഇവരെയൊക്കെ സഹായിക്കാൻ സർക്കാരൊക്കെ മുന്നോട്ട് വന്നാൽ വളരെ നല്ലതായിരിക്കും. അല്ലേ? ചെറിയ കായൊക്കെ. അപ്പൊ ഇങ്ങനെ ഉപജീവന മാർഗവുമായിട്ട് ബന്ധപ്പെട്ടേ അങ്ങനെ നമ്മൾ പ്രിയപ്പെട്ട ഫ്രാൻസിസിന്റെ കൃഷി സ്ഥലത്താണ്. ഉപജീവന മാർഗവുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ തന്നെയാണ്. വേറെ ജോലിയൊന്നുമില്ല. വേറെ ഒരു വഴിയും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടിലാണ്. നല്ല പ്രായമുണ്ട് അല്ലെ? ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കൃഷി സ്ഥലങ്ങളൊക്കെ എടുത്ത് ജോലി ചെയ്ത് ഇവിടെ തന്നെ താമസിച്ച് ജീവിക്കണം അല്ലേ? പാട്ടമെടുത്ത് ജീവിക്കുകയാണ്. പ്രിയപ്പെട്ട ഫ്രാൻസിസിന്റെ കൃഷി സ്ഥലത്ത് നിന്നും നിങ്ങളുടെ സ്വന്തം CB ശരവൺ. നമസ്കാരം. കലയാണ്. ഇപ്പൊ കാടില്ല, ഒന്നുമില്ല. ഫസ്റ്റ് ആയിട്ട് കിടക്കും. ആണോ? അവിടെ എന്തൊക്കെയാ ആ വയലിൽ കൃഷി ചെയ്തിരിക്കുന്നത്? പയറ്, പടവലം, പാവല് എല്ലാം ഉണ്ട്. ആണോ? അവിടെ കാടില്ല. കാടില്ലല്ലേ? ഇപ്പൊ നട്ടിരിക്കണ്, പണി ചെയ്തിരിക്കണ്. അതൊക്കെ വേണം ഇടാൻ. ഇപ്പോഴത്തെ പണി. ആണോ? ഇപ്പോഴത്തെ പണിയാണ്. ഇനി അവരുടെ വീട് നമുക്ക് കാണാം. ഇവിടെയാണ് ഫ്രാൻസിസ് താമസിക്കുന്നത്. ഈ കുടിലാണ്. അവര് വളരെ സ്ഥലത്ത് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. താങ്കളാണ് കേട്ടോ. കാണട്ടെ. കാണണം.